എല്ലാ ദിവസവും വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കല്ലേ, ഇന്ന് എവിടെയെങ്കിലും പോവാന്ന് കരുതിയിട്ട് അഞ്ചേട്ടൻ്റെ മെസ്സേജ് ഇട്ടു. ഞാനും അക്കുവും കൂടി പുറത്തേക്ക് കറങ്ങാൻ പോവാണ് കേട്ടോന്ന്. അപ്പോഴത്തേക്ക് റിപ്ലൈ വന്നു ഓക്കേന്ന്. എവിടെ പോകും എന്ന് കരുതിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. വെഗാസിറ്റി മാൾ പോയാലോ എന്ന് ആലോചിച്ചു. പക്ഷെ ഈ ആൾത്തിരക്കൊക്കെ കണ്ടു കഴിയുമ്പം അക്കുവിനാകെ ഞെരിപിരി കൊള്ളും. അവിടെയൊക്കെ ഓടിച്ചാടി തുള്ളി കളിച്ച് നടക്കണം തോന്നും. അതിൻ്റെ ഇടയിൽ കുട്ടീനെ വിടാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിൻസിയുടെ മെസ്സേജ് കണ്ടത്. അമ്മയും മോനും എന്താ പ്രോഗ്രാം, വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങുമെന്ന്. ഓക്കെ ശരി, നമ്മൾ മനസ്സിൽ എന്തായാലും എവിടെയെങ്കിലും പോകണമെന്നുണ്ട്. അപ്പൊ ബിൻസിയുടെ മെസ്സേജും കൂടി കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകാന്ന് കരുതി. എങ്ങനെ പോകുന്നായിരുന്നു അടുത്ത ചിന്ത കേട്ടോ. അവിടെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു അജാസും അബിയാണെങ്കിൽ പോയേക്ക് ഓഫീസിൽ എന്ന് പറഞ്ഞു. എങ്ങനെയാ പോവാന്ന് ആലോചിച്ചിരുന്നപ്പോൾ എന്നാ റാപ്പിഡോയിൽ പോകാന്നൊരു ഐഡിയ വന്നു. പക്ഷെ എന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ റാപ്പിഡോ എപ്പോഴും ഇവിടെ യൂസ് ചെയ്യുന്നതാ. പക്ഷെ അക്കുവിനെ കൊണ്ടിട്ട് ഒരു സ്ട്രേഞ്ചറിന്റെ കൂടെ എങ്ങനെ പോകും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് ഓക്കെ എന്ന് കരുതി വേഗം റെഡിയായി ഒരു റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് അക്കുവിനെ കൊണ്ട് കയറിതാ പോവാണ്. അക്കു ആണെങ്കിൽ കൂളായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പിന്നെ വന്നതും ഒരു നല്ല ചേട്ടനായിരുന്നു. കുറച്ച് ഏജ് ആയിട്ടുള്ള ആളായിരുന്നു കേട്ടോ. നല്ല ആള്, നല്ല സംസാരമൊക്കെ കേട്ടപ്പോൾ നല്ല പാവമാണെന്ന് തോന്നി കേട്ടോ. അപ്പൊ ടെൻഷനൊന്നും ഇല്ലാതെ അങ്ങനെ ഞങ്ങളൊരു ഉച്ചനേരത്താണ് ഇട്ട് ഇറങ്ങിയത്. റോഡിൽ അത്യാവശ്യം തിരക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. സാധാരണ ഈ തിക്കി തിരക്കി പോകുന്നത് വെച്ച് നോക്കുമ്പം വളരെ ശാന്തമായിട്ടാണ് റോഡ് എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഭയങ്കര കൂളായിട്ട്, അധികം തിരക്കൊന്നും ഇല്ലാതെ ട്രാഫിക് ഒന്നും ഇല്ലാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റി. ട്രാഫിക് ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ട്രാഫിക് കിട്ടുമെന്ന് കരുതി. പക്ഷെ ഈ ചേട്ടൻ കുഴപ്പമില്ലായിരുന്നു. വണ്ടീന്റെ ഇടയിൽ കൂടെ ഒക്കെ നൂണ്ടു പോകുന്ന കാരണം വേഗം അങ്ങോട്ടേക്ക് പോകാന്ന് കരുതി. എന്തായാലും 5 മിനിറ്റിലായിരുന്നു ഞങ്ങൾക്ക് ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നത് എത്തും എന്നുള്ളത്. അധികം പോയില്ല, 7 മിനിറ്റിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അപ്പൊ ഈ വെഗാസിറ്റിന്റെ അതുവഴി പോകുമ്പോൾ ഒരു വൺ വേ ഉണ്ട്. അവിടെ എപ്പോഴും പോലീസുകാർ കാണും കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അജാസിന്റെ അവിടേക്ക് പോകുമ്പോൾ നമ്മളെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ റോഡ് പണിയാണെന്ന് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. ഞങ്ങൾ നമ്മൾക്ക് എത്താനുള്ള സ്ഥലത്തെത്തി. അക്കുവിനെയും കൊണ്ടിട്ട് അക്കു ആ ചേട്ടന് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തു. ഞാൻ പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് അക്കുവിനെ എടുത്തിട്ട് കുറച്ച് കൊഞ്ചിക്കാം, എന്തെങ്കിലും വീഡിയോയിൽ കാണിക്കാന്ന് കരുതിയപ്പോഴത്തേക്ക് അവൻ വലിയ എയർ പിടിച്ചിരിക്കുകയാണ്. പിന്നെ വലിയ മൈൻഡാക്കാൻ നിന്നില്ല. ഞാനും വേഗം അങ്ങോട്ടേക്ക് കയറിപ്പോകാം. കാരണം ഈ ചൂടത്ത് വന്ന കാരണം എനിക്ക് ഒന്നാമത് ഒരു തണുപ്പുണ്ട്. അതിന് കൂടി ഈ ചൂട് കൊണ്ടു കഴിയുമ്പോൾ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ചൂടത്തുനിന്ന് വരുമ്പം ചെന്ന് ബെല്ലടിച്ചപ്പോഴത്തേക്ക് അവളും സുട്ടും വേണ്ടിയിട്ട് ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ. സുട്ടു ആദ്യം കുറച്ചു നേരം ഇങ്ങനെ നിന്നെങ്കിലും അക്കു വലിയ അവനെ ഉപദ്രവിക്കാൻ പോവുക, അവനെ ചീത്ത പറയാ, പോടാന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാ. അപ്പൊ സുട്ടു പിണങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു. ഓൾറെഡി ബിൻസി വേറെ കുട്ടികളോടോ വേറെ ആൾക്കാരോടോ മിങ്കിൾ ചെയ്യുന്ന അവന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ബിൻസിയുടെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ കൂടെ അക്കു സുട്ടും കൂടെ ഇരുന്നിട്ട് ഫോൺ കാണുകയും TV കാണുകയും അവരവിടെ ഭയങ്കര കലാപരിപാടികളായിരുന്നു. ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് എല്ലാ തിക്കും തിരക്കും കാരണം എനിക്കും ബിൻസിക്കും അധികം നേരം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് അതിന്റെ കുറവ് ഞങ്ങൾ നികത്തിയിട്ടോ. ഒരുപാട് നാളിന് ശേഷം കുറെ നേരം ഇങ്ങനെ സൊറ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഗോസിപ്പൊക്കെ അടിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ബിൻസിയുടെ അനിയനുണ്ട് കേട്ടോ. അബി എന്നാണ് അവനെയും വിളിക്കുന്നത്. അബി ആണെങ്കിൽ അവനെയും കൊണ്ടിട്ട് കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട് റോട്ടിലൊക്കെ പോയി. അക്കുവിന് പിന്നെ ഞാൻ അങ്ങനെ റോട്ടിലൊന്നും കൊണ്ടുപോകാത്ത കാരണം ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു പ്രാണവായു കിട്ടിയതുപോലെ ആയിരുന്നു കേട്ടോ കുട്ടിക്ക്. ആ റൂമിന്റെ ഉള്ളിൽ തന്നെ എപ്പോഴും ഞാനും അക്കു ഇരിക്കുകയല്ലേ. വന്നു കുറെ നേരം കളിച്ചു, സുട്ടിന്റെ കൂടെ കളിച്ചു, അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ സമയം ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു. അതായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 2 പെൺകുട്ടികൾ കൂടി കഴിയുമ്പോൾ എന്തൊക്കെ വർത്താനം പറയുന്നറിയാലോ. ലോകത്തുള്ള എല്ലാത്തരം പരദൂഷണങ്ങളും ഞങ്ങൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. സിനിമയുടേത്, ഇൻസ്റ്റഗ്രാം റീൽസ്, പിന്നെ നമ്മളുടെ ഓരോ പരദൂഷണങ്ങൾ, പഴയ ഓഫീസ്, ഇപ്പോഴത്തെ ഓഫീസിന്റെ അവസ്ഥകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ കുറച്ച് നേരം നമ്മൾ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. കാരണം നമ്മളെ രണ്ടുപേരുടെയും ഹസ്ബൻഡ്സിന്റെ സ്വഭാവം ഒരുമാതിരി റിലേറ്റബിൾ ആയതുകൊണ്ട് കുറെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കുറെ കുറ്റവും കുറവുകളും പിന്നെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ ഈ സുട്ടു ഇവിടെ കിടന്ന് ഭയങ്കര അക്കുവിനോട് കുറെയൊക്കെ ആയിരുന്ന കാരണം ബിൻസി അവനെ കുറച്ചു നേരം പണിഷ്മെന്റ് കൊടുത്ത് നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. കണ്ടപ്പോ ശരിക്കും ചിരിയും വന്നു കരച്ചിലും വന്നു. വേറൊരു കാര്യം എന്ന് പറഞ്ഞത് സുട്ടും വെള്ളം കുടിക്കുന്നത് ഈ നിബിളിലാണ് കേട്ടോ. അപ്പൊ അക്കുനും അത് തന്നെ. അക്കുനും അവന്റെ കാണുമ്പോൾ അക്കുനും വെള്ളം കുടിക്കണം. ഇവന്റെ അക്കുന് പാല് കൊടുക്കുന്ന നേരത്തെ ഇവനും നോക്കിയിരിക്കും. അങ്ങനത്തെ ഓരോരോ കോമഡികൾ. അക്കു കുറച്ചു നേരവും കുറച്ച് അലമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് അക്കുന് ഈ സ്ഥലം മാറിയത് കാരണം ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പിന്നെ അവിടെ അജാസിന്റെ ഹോട്ട് വീൽസിന്റെ വണ്ടിയൊക്കെ ഉള്ളത് കാരണം ഞാൻ കുറച്ചു നേരം ആ വണ്ടിയൊക്കെ കൊടുത്തിട്ട് അവനെ ഒന്ന് സമാധാനിപ്പിച്ചു. അപ്പൊ സെറ്റിയിൽ തല കുത്തി കിടന്നിട്ട് വണ്ടി കളിക്കുന്ന എന്റെ മോന് എന്താ ചെയ്യാ, പിടിച്ചെഴുന്നേപ്പിച്ചിട്ടുണ്ടെങ്കിൽ കരയും. അത് കാരണം ഞാൻ വലിയ മൈൻഡാക്കാൻ പോയില്ല. അങ്ങനെ തന്നെ ഇരുന്ന് കളിക്കും.
കളിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു സപ്പോർട്ട് കൊടുത്തു. അവൻ അങ്ങനെ തന്നെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അജാസൊക്കെ വരുന്ന ഒരു ടൈം ആയപ്പോഴത്തേക്ക് അനുചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ വരണ്ട, നിക്ക്, ഞാൻ അങ്ങോട്ടേക്ക് ആ വഴി വരാം, ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഞാൻ ആ വഴി വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് കരുതിയിട്ട് ഞാനും അത്രയും നേരം കൂടി ഇരിക്കാമല്ലോ എന്നൊരു ഐഡിയയിൽ ഓക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കളി ചിരി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കുക്കിങ്ങിലേക്ക് കടന്നു. ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി. ഞങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, പാവം ബിൻസ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള കരച്ചിലും വിളിയൊക്കെ ഉള്ള ഒരു കലാപരിപാടി ഉള്ളത് കാരണം കുറച്ച് നേരെ ഞാനൊന്ന് ട്രാപ്പിലായി കേട്ടോ. കാരണം ഇവനെ കൊണ്ട് നടക്കാൻ എല്ലാവരും വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെ കൈ പോകുമെന്ന് പറഞ്ഞാലും നല്ല കരച്ചില്. അങ്ങനെ കറക്റ്റ് ഒരു 10 മിനിറ്റ് ഉറങ്ങി കേട്ടോ. അഞ്ചേട്ടൻ്റെ സൗണ്ട് പുറത്ത് കേട്ടപ്പോൾ തന്നെ അക്കുവിൻ്റെ ഉറക്കം കഴിഞ്ഞു. പിന്നെ അഞ്ചേട്ടൻ വന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി റെഡിയായി. ഡ്രസ്സൊക്കെ മാറിയപ്പോഴത്തേക്ക് അക്കു ഭയങ്കര ഹാപ്പിയായി ടാറ്റ കൊടുക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, വണ്ടിയെ പോവുകയാണെന്ന് അവർക്ക് ആക്ഷൻ കാണിക്കുന്നു. അങ്ങനെ ഓരോരോ കലാപരിപാടികൾ കേട്ടോ. ഞങ്ങൾ ബൈ പറഞ്ഞ് ഇറങ്ങാൻ നേരത്തേക്ക് അജാസ് കഥകം പിടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, എടാ ഞങ്ങൾ പോയിട്ട് കഥ കടച്ചാൽ പോരെ, ഒന്ന് വേഗം പോടി എന്നുള്ള രീതിയിൽ കഥ പിടിച്ചിരിക്കുക കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ. കുറച്ച് ഇങ്ങനെ ഒന്നാമത്തെ തണുപ്പാണ്, കഥ തുറക്കാൻ പറ്റില്ല. എനിക്കൊരു കാര്യം നോട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ JP നഗറിനേക്കാളും ഭയങ്കര തണുപ്പാണ് കേട്ടോ BTM ലുള്ളത്. നമ്മളെ വീടിൻ്റെ അവിടെ ഉള്ളതിനെക്കാട്ടിലും ഭയങ്കര തണുപ്പ്. ഞാനപ്പം ബിൻസിയുടെ വലിയൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്ന് നമ്മൾ രാത്രിയിൽ ഡിന്നറും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഏകദേശം ഇപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ റോഡിൽ തിരക്കണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അക്കുന് പിന്നെ ഉറക്കവും വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറി. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ അനുചേട്ടൻ പറഞ്ഞു, എൻ്റെ പൊന്നാരിയെ നീ ഫോണൊന്ന് എടുത്ത് വെക്ക് കുറച്ച് നേരം. അപ്പം ഞാൻ പറഞ്ഞു, അനുചേട്ടാ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കുന്നതാണ് മനുഷ്യ എന്ന് പറഞ്ഞപ്പം ശരി എന്നാ എന്തെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി.